നമ്മൾ വേറെ പല വീഡിയോകളൊക്കെ കണ്ടു. അതിലേക്ക് വരട്ടെ. ഫസ്റ്റ് എനിക്ക് ഈ കമൻറ്റാണ് കാണിക്കാനുള്ളത്. നമ്മുടെ കസ്തൂരിനൊക്കെ ഒന്ന് ബാക്കിലാക്കിയിട്ടുള്ള കമൻറ്റ് വന്നിട്ടുണ്ട്. ഈ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ത്രെറ്റനിങ് മോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. വിത്തിൻ 1 hour or 2 hour പുതിയ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കമൻറ്റിലേക്ക് ആദ്യം കിടക്കാം. എൻ്റെ പൊന്നു ചേച്ചി, പുള്ളി ഒരു മാനനഷ്ടം ഒരു 10 കോടി രൂപയ്ക്ക് അങ്ങ് കൊടുത്താൽ ചേച്ചി കുറേ മാപ്പും കൊണ്ട് ഈ പൊക്കിക്കൊണ്ട് നടക്കുന്ന ചാനലുകൾ തന്നെ കയറി നിറങ്ങും. ഓരോരുത്തരെ ഇളക്കി വിടുമ്പോൾ തൊണ്ട തൊടാതെ വിഴുങ്ങല്ലേ. ഓക്കെ, എൻ്റെ 10 കോടി രൂപ കൊടുക്കാമല്ലേ ഫസ്റ്റ്. അങ്ങനെ കൊടുത്തിട്ട് കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ജയിലിൽ പോയിട്ട് കിടക്കും. ഇതിൽ ഉള്ള കാശിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ജയിലിൽ പോയിട്ട് കിടക്കണമെങ്കിൽ എനിക്കൊരു നാണക്കേടും തോന്നുന്നില്ല. കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആർക്കും ഒരു കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇതൊക്കെയാണ് മാനനഷ്ടം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു കംപ്ലയിൻറ്റിൻ്റെ പുറത്തുള്ള വ്യത്യാസം കൊണ്ട് ഞാൻ 10 കോടി രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ 10, 20, 30 അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ജയിലിൽ കിടക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കതിൽ നാണക്കേട് ഇല്ല. കാരണം ഞാൻ അതിനെങ്ങാണ്ട് നന്നായിട്ട് നാണം കേട്ടിട്ടുണ്ട്, അതിനെങ്ങാണ്ട് നന്നായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിറയെ ആൾക്കാരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് അത് ഞാൻ എനിക്കൊന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല. എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞത് ഒന്നും മിണ്ടാണ്ടിരുന്നു. ഞാൻ മുമ്പൊക്കെ ചെയ്തായിരുന്നു ഇങ്ങനെ ഭീഷണി കമൻറ്റ് വരുമ്പോൾ അതങ്ങനെ ഡിലീറ്റ് ചെയ്യും. ഞാനന്ന് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ വീഡിയോകൾ ഇട്ടപ്പോൾ അതിൻ്റെ ഇടയിലും ഭീഷണി കമൻറ്റുകൾ, സെയിം ഭീഷണി കമൻറ്റുകൾ ഇട്ടിട്ട് പലരും വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ കാര്യം പറഞ്ഞാൽ കസ്തൂരി വെച്ചിട്ടാണ് തുടങ്ങിയത്. കസ്തൂരി വെച്ചിട്ടല്ല ഈ തവണത്തെ ഭീഷണി തുടങ്ങിയത്. ഭീഷണിയല്ല, ഒരു തരത്തിലുള്ള ഡിഫേമേഷൻ. അതെന്ന് പറഞ്ഞാൽ ഡിവിഷൻ ചാനലിൽ അത് പലരും കണ്ടുപിടിച്ചിട്ട് അത് ഇർഷാദ് എന്ന് പറഞ്ഞ ഒരാളാണ് ആ കമൻറ്റൊക്കെ ഇട്ടിരുന്നതെന്നും അത് പലരുമായിട്ടുള്ള ബന്ധം വെച്ചിട്ടുള്ള പല വീഡിയോകളും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കമൻറ്റ് ഞാൻ അന്ന് എടുക്കാണ്ടിരുന്നത്. കസ്തൂരിയല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ്. കാരണം ഈ പാറ്റേണൊക്കെ ഞാനൊരു തവണ ഓൾറെഡി കണ്ടത് വേറെ പലരോടും ചെയ്യണത്. ചിലർ കല്യാണം കഴിച്ചപ്പോൾ രാത്രി മൊത്തം ഉറങ്ങിയില്ല. ആ രാത്രി ഉറങ്ങാണ്ട് ഇവരുടെ ന്യൂസ് കണ്ടിട്ട് ഇരുന്നിട്ട് ഇനി ഉറക്കിയില്ല. ഓക്കെ, നിങ്ങളുടെ എക്സ് കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് വിഷമിക്കാം. നിങ്ങൾ ഓൾറെഡി കല്യാണം കഴിച്ചെന്നാണ് നോക്കി. ഇപ്പോഴാണ് ഞാൻ മനസ്സിലായത് അത് കല്യാണം ഇല്ലായിരുന്നു എന്നും. അത് വേറെ കാര്യം. അപ്പം നിങ്ങൾക്ക് വിഷമിക്കാം. അത് മാത്രമല്ല ഇനിയും കൂടി അത് ഓർക്കിപ്പിക്കാണ്ട് അവസാനം ആ വീഡിയോയിലും പിടിച്ചിട്ട് ഇരുത്തി. ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉറങ്ങാണ്ട് ഇരുന്നിട്ട് ദൈവമേ അതിൽ പോയിട്ട് ഇരുന്നില്ലെങ്കിൽ പറയും അങ്ങനെ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോക്കോ. ഇങ്ങനൊരു സ്നേഹമില്ലാത്ത ഭാര്യ, ഞാൻ ഇത്ര ടെൻഷനിലും ഇത്ര വിഷമത്തിലും ഇത്ര ആൾക്കാരും ചതിച്ചിട്ടും ഇതിൻ്റെ ഒപ്പം നിൽക്കാത്തൊരു ഭാര്യയാണ് എനിക്ക് വേണ്ട. എനിക്ക് 100 പെണ്ണുങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വന്നിട്ട് ഇരുന്നിരുന്ന ഇതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ ഓർമ്മ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ ആൾക്കാർ ചെറിയ പുള്ളികളല്ലാത്ത കാരണം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഞാനിപ്പോഴും പറയുന്നു, ഈ ചെയ്യുന്ന വീഡിയോകളൊക്കെ എനിക്ക് എന്ത് സംഭവിച്ചാലും അത് എനിക്ക് ലാസ്റ്റ് പറയാനുള്ള കാര്യങ്ങളായിട്ട് ഈ വീഡിയോ എടുക്കണം. അതുപോലെ തന്നെ എന്നോട് ഓൾറെഡി പല വാർണിങ്ങുകളും വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്താണ് ലിങ്കുകളൊന്നും അറിയാത്ത ലിങ്കുകൾ തുറക്കരുത്, കാരണം ഹാക്ക് ചെയ്യാനുള്ള ലിങ്കുകളായിരിക്കുന്നു. എനിക്ക് ഓൾറെഡി ഒരു ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഓൾറെഡി അത് ഹാക്കിംഗ് ലിങ്ക് ആയിരിക്കാം, തുറക്കരുതെന്ന് പറഞ്ഞു എന്നോട്. അത് ഞാൻ പിന്നെ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ്ലി അത് ഒരു ഹാക്കിംഗ് ലിങ്ക് തന്നെയായിരുന്നു. അങ്ങനത്തെ ഒരു ലിങ്ക് കോമൺ ആയിട്ട് FBയിൽ നടക്കുന്ന ഒരു ലിങ്കാണ്. അത് എങ്ങനെയാണ് വരുന്നത്, അത് വലിയ കള്ളന്മാരാണോ അതോ നമുക്ക് തന്നെ കുറച്ച് കമ്പ്യൂട്ടർ ID ഉണ്ടെങ്കിൽ അങ്ങനത്തെ ലിങ്ക് വിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ഹാക്കിംഗ് ലിങ്ക് എൻ്റെ FBയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ FB എപ്പോൾ വേണമെങ്കിലും അടിച്ചു പോകാന്നുള്ളത് ഭയങ്കര ചാൻസുള്ള കാര്യമാണ്. FB മാത്രമല്ല, ജീവൻ പോലും ചിലപ്പോൾ അടിച്ചു പോകാൻ ചാൻസുള്ള കാരണം FB പോയാൽ അത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമൊക്കെ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുക ജീവനോടില്ലേ എന്നുള്ളത്. ഓക്കെ, പിന്നെ ഈ കുറേ ആൾക്കാർ ഓക്കെ മരിച്ചാലാണ് നീതി കിട്ടുള്ളൂ, അതിനു മുമ്പ് ആൾക്കാർ എന്ത് പറഞ്ഞാലും നീതി കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി മരിച്ചാലും നീതി കിട്ടാത്ത കുറേ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇവൻ മരിച്ചിട്ട് നീതി കിട്ടുന്നൊന്നും എനിക്ക് ഉറപ്പില്ല. വലിയ ആൾക്കാരാണ് ഓപ്പോസിറ്റ് നിൽക്കണമെങ്കിൽ മരിച്ചാലും നമുക്ക് നീതി കിട്ടില്ല. കൊലപാതകം, ചിലപ്പോൾ സൂയിസൈഡ് ആവാം, അങ്ങനെ പല കാര്യങ്ങൾ മാറാം. അല്ലെങ്കിൽ വേറെ ഡിഫേമിങ് ചെയ്തിട്ടുള്ള പല കേസുകളും വരാം. ഇത്ര ക്ലിയർ ആയിട്ടൊരു ത്രെറ്റനിങ്ങും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്കുള്ള ഒരു ത്രെറ്റനിങ് പോലത്തെ ഒരു വീഡിയോ, എനിക്കതിൽ ത്രെറ്റനിങ് വീഡിയോ ആയിട്ട് തോന്നിയത്. കാരണം നീ ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്താൽ ഞാൻ പലതും ഇടും. ഓക്കെ, എനിക്ക് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ആ വീഡിയോന്ന്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എനിക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ പറയാൻ തോന്നിയ ഒരു കേസാണ്. എനിക്ക് കുറേ സിമിലാരിറ്റീസ് കേസിൻ്റെ കാര്യത്തിലല്ല, പക്ഷേ ഇതിൽ ഉൾപ്പെടുന്ന ഗ്യാങ്ങുകൾ, ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ഒരു സിമിലാരിറ്റീസ് അത് എൻ്റെ ഗസ്സുകളാണ്. ഒന്നും എനിക്ക് അറിയണ കാര്യങ്ങളല്ല, ഞാൻ കണ്ട കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ ആകെ ഈ കേസിനെ പറ്റിയിട്ട് 7 വർഷം മുമ്പ് മിഷേൽ ഷാജി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു കേസ് വന്നിട്ടുണ്ടാവും. അന്ന് ജസ്റ്റിസ് ഫോർ മിഷേൽ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ട് പല #കൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളത് വിട്ടു. പക്ഷേ ഒരു 11 മാസം മുമ്പ് ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഇവരുടെ പാരൻസ് വന്ന് കരഞ്ഞിട്ട് അവർക്ക് അനുഭവിച്ച, അതായത് കേസ് കൊടുക്കാൻ നടക്കുമ്പോൾ അനുഭവിച്ച കാര്യങ്ങളും അതിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഒരു ഷോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ കേസ് ശ്രീകണ്ഠൻ നായർ ഷോ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കേൾക്കാം. അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ്. അതിൽ പല ആൾക്കാരുടെയും പേരുകൾ എടുത്ത് പറയുന്നുണ്ട്, എവിടെയാണ് സ്ഥലം എന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ പല പേരുകളും ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഈ ഒരു ഗ്യാങ്ങിലത്തെ ആൾക്കാരുടെ പേരുകൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അവർ പറഞ്ഞൊരു സംഭവമുണ്ട്, അവരുടെ ഈ പോസ്റ്റ്മോർട്ടം ഫസ്റ്റ് വേറൊരു ഹോസ്പിറ്റലിന്റെ പേരൊന്നും പറയുന്നില്ല, ആദ്യം വേറൊരു ഹോസ്പിറ്റലായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സഡനായിട്ട് ഒരു കോൾ വന്നിട്ട് അവരെ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് മാറ്റിയിരുന്നു. അത് പിന്നെ അങ്ങനെ മാറ്റിയിട്ടുള്ള ഒരു സംഭവമൊക്കെ അവർ പറയുന്നുണ്ട്. ആ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു കേസ് വന്നിട്ടുണ്ട്. ആ കേസ് വന്നതെന്ന് പറഞ്ഞാൽ മോൺസൺ കേസ് വന്നപ്പോൾ അവിടെ എന്താണ് ഒരു കുട്ടിയുടെ, അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കപ്പെട്ടു എന്നാരോപിച്ച ഒരു പെൺകുട്ടിയുടെ എന്താ പറയുക
ഹെൽത്ത് ചെക്കപ്പിന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവരോട് മോശമായിട്ട് പെരുമാറി ആ മെഡിക്കൽ കോളേജിലത്തെ ആൾക്കാർ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലത്തെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ രണ്ടും സെയിം ഹോസ്പിറ്റലാണ്. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പേരുകൾ അവരെടുത്തെടുത്ത് 1-2 ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഫ്രണ്ട് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരുടെ മുഖങ്ങളാണ് അത്. അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് ഡൗട്ടുകളുണ്ട്. എനിക്കറിയില്ല, എനിക്ക് അതുകൊണ്ട് തന്നെ ഈവൻ ഇന്നാരെങ്കിലും കൊന്നാലോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിനെ മൊത്തം കൊന്നാലോ അതിനൊക്കെ ഒരു നീതി കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചാവണേന് മുമ്പ് എല്ലാവരും അറിയണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. കസ്തൂരി വീണ്ടും കമൻറ്റുകൾ, പക്ഷേ ഇത് ഫുള്ളായിട്ട് ഡിനൈ ചെയ്തു, ആരാന്ന് പോലും അറിയില്ല എന്നുള്ളൊരു ഡിനൈമെന്റ് വന്നിട്ടുണ്ട്. എന്തായാലും അവരുടെ കമന്റ് വായിക്കാം. ഹി മെൻഷൻ ദർ ആർ 2 legally registered marriages. Perhaps that may be true from his side. That doesn't mean he denied Elizabeth. He just didn't talk about her. He may have good intentions. We don't know what was going through his mind at that time. Everything about his life is available on the internet. He can lie and he has no reason to lie either. Anyway, it seems that they had a bitter breakup. So people tend to avoid talking about bitter or painful experience. It is common human behavior. പിന്നെ വേറൊരു സിനിമ നടനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്, അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ആരും ഒന്നും സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമ്പാരിസൺ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എന്താ പറയുക, ആക്ച്വലി ഇതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇവർ നിർത്തിയിട്ടില്ല, പക്ഷേ ഇവരുടെ സംസാരത്തിൽ കുറച്ച് ഒത്തിരി മര്യാദ വന്നിട്ടുണ്ട് ഇവരുടെ സംസാരത്തിൽ. പണ്ടത്തെ വൃത്തിയിട്ട ഇതും ഇപ്പം ഇത്തിരി എന്തോ ഒരു വ്യത്യാസം, ഇവരുടെ ഭാഷയിലൊക്കെ ഇത്തിരി ശുദ്ധി വന്നിട്ടുണ്ട്. അതെന്താ കാരണം എനിക്കറിയില്ല, പക്ഷേ ടോട്ടലി ഇവനെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കേസായിട്ട് അന്വേഷിച്ചാൽ മാത്രമാണ് ഇതാരുടെ അക്കൗണ്ടാണ്, ആരാണ് ഇത് ചെയ്തതെന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അത് വേറെ കാര്യം. പിന്നെന്താ പറയാൻ വിചാരിച്ചത്, പിന്നെ ഇയാളുടെ എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റിൽ ഇല്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു 2008-2009 വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല അതൊക്കെ എല്ലാതും ഇന്റർനെറ്റിൽ മെൻഷൻഡ് ആണ് എന്ന്. ഒരു ബക്കാടി കുപ്പിയും കുറച്ച് കാശും കൊടുത്താൽ ആൾക്കാർക്ക് വേണ്ട പോലെ ന്യൂസ് വരുന്ന കാലമുള്ളപ്പോൾ എല്ലാ സാധനങ്ങളും ഇന്റർനെറ്റിൽ വരില്ല. ഇങ്ങനെ നാണം കെട്ടിട്ടും അതുപോലെ തന്നെ ഇനി ചത്താലും കുഴപ്പമില്ല, മരിച്ചാലും കുഴപ്പമില്ല, ജയിലിൽ പോയാലും കുഴപ്പമില്ല, ഇനി എന്ത് തരത്തിലുള്ള ഇതും കുഴപ്പമില്ല എന്നൊരവസ്ഥയിൽ ഒരാൾ വന്ന് പറഞ്ഞാൽ മാത്രമാണ്. എന്നിട്ട് ആരൊന്നും ഇവിടുന്നും ഒരു അപ്രോച്ച് ഇല്ല. അത് വേറെ കാര്യം. എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതൊന്നും മനസ്സിലാക്കാനുള്ളത് പല ആൾക്കാർക്കും ഉണ്ടാവില്ല, അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഞാൻ കണ്ട കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ ഇതിൽ പ്രതി ചേർക്കാം അല്ലെങ്കിൽ സാക്ഷി ചേർക്കാം, എങ്ങനെ വേണമെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ കണ്ട കേസുകൾ അതുപോലെ തന്നെ എനിക്ക് ശരിയല്ലാന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഇതിൽ ഷെയർ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് മുമ്പ് ഞാൻ തട്ടിപ്പോകുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഈ മിഷേൽ ഷാജിയുടെ കേസ് എടുത്ത് തന്നെ എന്താണ് അതിൻ്റെ റിസൾട്ട് എനിക്കറിയില്ല. ഞാൻ ഇതിൽ ആ ഒരു കേസും കൂടി റെഫറൻസ് വെച്ചത് എൻ്റെ ഡൗട്ടാണ്. ഓക്കെ, പിന്നെ എനിക്ക് നീതി കിട്ടിയില്ലെങ്കിലും ആ മരിച്ച കുട്ടിക്ക് നീതി കിട്ടണമെന്ന് എനിക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ട്. എൻ്റെ കേസ് ജസ്റ്റ് ഒരു ഞാനേ എടുത്ത് ചാടിയൊരു സാധനമാണ്. ഞാൻ ഇഷ്ടപ്പെട്ട് എൻ്റെ വീട്ടുകാരൻ്റെ വാക്ക് കേൾക്കാണ്ട് ഞാൻ പോയിട്ടുള്ള കാര്യമാണ്. എൻ്റെ വീട്ടുകാർ അത് കാരണം കുറേ നരകിച്ചിട്ടുണ്ട്, കുറേ വിഷമിച്ചിട്ടുണ്ട്. അവർ ഈവൻ ഡാഡിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളായിരുന്നു. എൻ്റെ ഒരു ഇത് കാരണം തന്നെ വിഷമിച്ചിട്ടും ഇങ്ങനത്തെ ഭീഷണിപ്പെടുത്തലുകളും എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഇങ്ങനെ വെട്ടിക്കൊല്ലും തല്ലിക്കൊല്ലും എന്നൊക്കെയാണല്ലോ പറയണേ. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ അവരുടെ ഏജിനെയും കണ്ടും കൂടുതൽ പെട്ടെന്ന് വയ്യാണ്ടായോ നടക്കാൻ എനിക്ക് പല സമയത്തും തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു കുറ്റബോധങ്ങളും ഇനി അധികം കൂടുതൽ കുറ്റബോധം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ അന്വേഷിക്കേണ്ട നിങ്ങളുടെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കണ്ട. അല്ലെങ്കിൽ കുറേ എന്തുട്ടാണ് ഇതിന് മുമ്പ് കസ്തൂരിയുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടത്. മാസ്റ്റർ മൈൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ അമൃത അത് എക്സിക്യൂട്ട് ചെയ്യണത് വട്ടായിട്ടുള്ള എലിസബത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ പുതിയ വന്ന വീഡിയോയിലും 5 മാസ്റ്റർ ബ്രെയിൻ ഇതിൻ്റെ ബിഹൈൻഡിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആരാണ് ആ 5 മാസ്റ്റർ ബ്രെയിൻ എന്ന് എനിക്ക് ആലോചിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ ഓക്കെ, പുള്ളിക്കല്ലേ പുള്ളിയുടെ ശത്രുക്കളുടെ എന്നറിയുള്ളൂ. സോ എല്ലാ ശത്രുക്കളെയും ഒറ്റയടിക്കിട്ടിട്ട് ഡിഫേമിങ് കേസ് ഇട്ട് കൊടുക്കാം. ഈ ഇടുന്ന വീഡിയോയ്ക്ക് വേറെ ആരുടെയും പങ്കില്ല, ഞാൻ മാത്രം ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്ത് കേസ് എടുക്കണമെങ്കിലും ഈ കേസിൽ ഇൻവോൾവ് ആക്കാം, കേസെടുക്കാം, ശിക്ഷിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഐ ആം ഓക്കെ. പക്ഷെ ഞാൻ ഇത് ഒറ്റയ്ക്ക് തീരുമാനിച്ച കാര്യമാണ്. അത് ഞാൻ തീരുമാനിക്കാൻ കാരണം എന്ന് പറയുകയാണെങ്കിൽ കുറേ സഹിച്ചു, മിണ്ടാണ്ടിരുന്നു, ഓക്കെ എന്തെങ്കിലും കാണിച്ചിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത്ര കാലമായിട്ടും എൻ്റെ ആ വീഡിയോയിൽ വീണ്ടും വന്നിട്ട് എൻ്റെ പഴയ കാര്യങ്ങളും ഇതൊക്കെ വെച്ച് ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞ ഒരു ചാനലിൻ്റെ കമൻറ്റും അത് കണ്ടുപിടിച്ചത് ഇയാളാണെന്ന് അറിഞ്ഞിട്ടും അതും വിട്ടു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈവൻ മെഡിക്കൽ ലൈസൻസ് അടക്കം ക്യാൻസൽ ചെയ്യണം, ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഇവർക്ക് ഇതാണ്. പിന്നെ ഞാൻ ഏത് കല്യാണം, അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒരു മീഡിയയിൽ ചോദിക്കാൻ കണ്ടു. അപ്പോൾ എന്താണ് ഈ എന്തുട്ടാണ് നെടുമുടി വേണു പറയുന്ന പോലെ എറിഞ്ഞു പൊട്ടിക്ക് സ്വാമി, നെടുമുടി വേണുവിനോട് ഇന്നസെന്റ് മറ്റേ ഫിലിമിൽ തേങ്ങ എറിഞ്ഞു പൊട്ടിക്ക് സ്വാമി എന്ന് പറഞ്ഞ പോലെ സൈഡ് കോറസ് ആയിട്ട് ഓരോരുത്തർ പറഞ്ഞൊക്കെ കേൾക്കുമ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ബാക്കി തെളിവുകൾ അവർ കൊണ്ടുവരട്ടെ. അടുത്തത് കസ്തൂരി തന്നെയാണ്. യു ആർ ഓൾ സീരിയസ്ലി ഗോയിങ് ക്രേസി, സോ പാരനോയിഡ്. യു ഷുഡ് ഫിയർ യുവർ ഓൺ മൈൻഡ്. ഐ സ്ട്രോങ്ലി ബിലീവ് that person is very harmless, good person. It's your own anxiety, paranoia and cultural racism causing unnecessary fear. Everyone in India is very cautious of Kerala now because of how narrow-minded most people in Kerala are. A young guy
who killed 6 of his family members, a 13-year-old raped by 60 Kerala men, and a young man killed with poisoned juice by his partner are few examples of how Kerala condition is. These comments are from Malayalis. It has been a big struggle living in Kerala for the past 25 years. എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടുണ്ട്. ഫുൾ ഹെയ്റ്റ് സ്പീച്ച് കേരളത്തിന് അഗേൻസ്റ്റ്. ഇതിപ്പോൾ ഇതിൽ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് നീതി കിട്ടിയിട്ടില്ല, പലർക്കും നീതി കിട്ടിയിട്ടില്ല. ഇതൊക്കെ കുറേ തവണ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ആൾക്കാർക്കും എനിക്കെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ ഗുണം കിട്ടണമെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ആൾക്കാർ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ സന്തോഷം കെടുത്താം. സീരിയസ്ലി എനിക്ക് ഇങ്ങനെ ഇതിടുമ്പോൾ ഭയങ്കര സന്തോഷം കിട്ടുന്നത്. ഞാൻ അനുഭവിക്കുന്ന സ്ട്രഗിൾ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. ആരെന്തെങ്കിലും ആവട്ടെ, ഓക്കെ. പിന്നെ ആ ഡോണറിൻ്റെ കേസ്, എന്തിനാ ഡോണർ വന്നു? എനിക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. എന്തിനാണ് ആ ഡോണർ വന്നത്? ഇത്രയും ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ഡോണറിൻ്റെ വെക്കേണ്ട കാര്യം എന്തായിരുന്നു? ലിവർ കൊടുക്കാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ലിവർ കൊടുക്കാൻ റെഡിയായിരുന്നു. അങ്ങനെ കൊടുക്കാൻ റെഡിയായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ തെളിവ് എനിക്ക് ഉണ്ട്. പക്ഷേ അതെന്തുകൊണ്ട് മേടിച്ചില്ല? അതെന്തുകൊണ്ട് ഇത് ലിവർ ടെസ്റ്റ് ചെയ്തില്ല? മാച്ചിങ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തില്ല? പ്രേമിക്കുന്ന ടൈമിൽ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അടക്കം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം ആണെന്ന് കണ്ടപ്പോൾ നമ്മൾ സെയിം ബ്ലഡ് ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ വേറെ പെൺകുട്ടിയോട്, ആളുടെ പേര് ഞാനിപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ പ്രേമിക്കുന്ന ടൈമിൽ തന്നെ പുള്ളി വേറൊരാളുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. എന്നോട് അത് ഒരു സെർവൻ്റാണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കുട്ടിയോടും ഇതുപോലെ തന്നെ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞ് പക്ഷേ പിന്നത്തെ ഇങ്ങേക്ക് ഈ ട്രാൻസ്പ്ലാന്റ് സമയത്ത് അവർ വന്നിട്ട് കരയുണ്ട്, ചേട്ടൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് സെയിം ബ്ലഡ് ഗ്രൂപ്പാന്ന് പറഞ്ഞത്, എൻ്റെ എ പോസിറ്റീവാണ്, ഓ പോസിറ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അവരുടെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വെറുതെ ആവശ്യമില്ലാണ്ട് ഞാൻ അനുഭവിച്ചു, നാണം കെട്ടു. ഞാൻ ഏത് തരത്തിലുള്ള നാണക്കേടാണെങ്കിലും ഞാൻ സഹിക്കാൻ തയ്യാറാണ്. അത് ഈവനിൻ്റെ ഫോട്ടോ വീഡിയോ പുറത്തു വിടുക, അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് മോശം പറയുക. ഇതിൻ്റെ പാസ്റ്റിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് ദൈവം തന്നതാണ് നിന്നെ എൻ്റെ കയ്യിൽ. ഞാനും ഈ സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ആളാണ്. നിന്നെ ഇന്നെക്കാളും നന്നായിട്ട് മനസ്സിലാക്കാൻ വേറെ ആളും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നല്ല ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് ആണ് ഇതിൽ ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് വേറൊരു ഡോണർ ഇത്ര കാശ് കൊടുത്തിട്ട് വന്നു? അതുപോലെ തന്നെ അവരുടെ വീട്ടുകാർ സ്വന്തം ഇണകളോ അല്ലെങ്കിൽ വരണ്ട ആൾക്കാരൊന്നും വന്ന് സൈൻ ചെയ്യാണ്ട് ഒരു റിലേഷൻ പറഞ്ഞിട്ടുള്ള ആൾക്കാർ വന്ന് സൈൻ ചെയ്തത് ഇത്രയ്ക്ക് വിലയുള്ളൂ? എന്തായാലും അതൊന്നും ഞാനിപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നാൽ അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, പിന്നെ ആരിനെയോ കൊണ്ടുവരും, ആരിനെയോ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ പറയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കതിൽ ഭീഷണിയുടെ സ്വരമാണ് തോന്നിയത്, വേറെ ആൾക്കാർക്ക് തോന്നാത്തത് എനിക്കറിയില്ല. ഇങ്ങനെ കിട്ടിയിട്ടും വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതും എനിക്കറിയില്ല എന്താണെന്ന്. നമുക്ക് മാത്രം കണ്ട് നടക്കണല്ലോ, അതോ എല്ലാവരുടെയും കേസ് ഇങ്ങനെയാണോ എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ എല്ലാവരും അറിയണമെന്ന് തോന്നി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതുവരെ സഹിച്ചത് ഓക്കെ, കുറേ ആൾക്കാരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്തു, കുറേ ആൾക്കാരുടെ മുമ്പിൽ പീഡിപ്പിച്ചു, കുറേ ആൾക്കാരുടെ മുന്നിൽ പല തരത്തിൽ ഇത് ചെയ്തു. ഫിസിക്കൽ അബ്യൂസ് ഉണ്ടായി, മെൻ്റൽ അബ്യൂസ് ഉണ്ടായി, എന്താ പറയുക, ലിറ്ററലി യൂസ് ചെയ്തു. ഓക്കെ, ഇത്രയൊക്കെ പ്രശ്നമുണ്ട്. ഞാൻ ഓൾറെഡി ഈ മരുന്ന് മാറി കൊടുത്തു എന്നൊക്കെ പലരോടും പറയുന്നത് കേട്ടിട്ട് ഞാൻ ഇവരുടെ വീട്ടിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ചേച്ചിയോടും ഇവരുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനോട്. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട, നിങ്ങളുടെ കാര്യം എനിക്കറിയാം. അതുപോലെ തന്നെ ഇത്ര വലിയ ഹെൽത്ത് കൺസേൺഡ് ആയിട്ടുള്ള ആൾ ഈ ഡിസ്ചാർജ് കഴിഞ്ഞ് എത്ര 3 ആഴ്ചയോ 1 മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ആ കറക്റ്റ് വീണ്ടും തുടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജൊക്കെ ഞാൻ ഇവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും വൈനായിട്ടും പിന്നെ വൈനും ബിയറായിട്ടും വൈനും ബ്രാൻഡിയായിട്ടും വൈനും ബക്കാടിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതൊക്കെ ഉള്ളത് ഉണ്ട്. അപ്പോൾ അത്രയും ഹെൽത്ത് കൺസേൺഡ് ആയിട്ടുള്ള ഒരാൾ അതൊന്നും ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഞാൻ അവരുടെ ഫ്രണ്ട് വഴി തന്നെ അവരുടെ ഡോക്ടറോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം അതൊന്നും ഇല്ല, നമ്മളാണ് അവസാനം മരുന്ന് മാറ്റിയിട്ട് കൊടുത്ത് ആൾക്കാരനെ കൊല്ലാൻ നോക്കണ ആൾ. അല്ലാണ്ട് ഞാൻ മുമ്പ് ഇത് തടയാനൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് അടിയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലെ സമയത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു വിലയും തരുന്നില്ല, അപ്പോൾ ഇല്ലില്ല, മോൾ നോക്കിയാൽ ശരിയാവും, അതുപോലെ തന്നെ ഇനി അതുപോലത്തെ പെണ്ണുങ്ങൾ ഒരിക്കലും വീട്ടിൽ കയറില്ല എന്ന വാക്കുകൾ പലരും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാക്കുകളൊക്കെ ജസ്റ്റ് ഒരു പണിക്കാരിയായിട്ട് ഈ കാര്യങ്ങൾ ഒരാൾ ഡോണറിൻ്റെ മുറിവ് നോക്കാനും ഇവരുടെ മുറിവ് നോക്കാനും ഇതൊക്കെ കഴുകി കൊടുക്കാനും വേണ്ടി മാത്രമുള്ള ഒരു പണിക്കാരിയായിട്ടാണ് ഇവരുടെ വീട്ടുകാർ എന്നെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കണം. കാരണം ഇത് കഴിഞ്ഞ് എല്ലാം ഹെൽത്ത് ഓക്കെ സമയത്ത് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, മോൾ പൊക്കോ, അത് കഴിഞ്ഞിട്ട് അവരെന്നെ ബ്ലോക്ക് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇനി അതിനൊക്കെ കുറേ എക്സ്പ്ലനേഷനൊക്കെ ഇവള് എന്തിനാണ് ഇയാളുടെ അവിടേക്ക് പോയത്, കാശ് കണ്ടു പോയ ആൾക്കാരാണെങ്കിൽ ആദ്യം തന്നെ സൈൻ ചെയ്യിപ്പിക്കും. അങ്ങനത്തെ ഒരു കേസ് ഉണ്ടെങ്കിൽ ഓക്കെ, അവർ പറഞ്ഞാൽ എനിക്ക് ഇനി മാരി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇവർ തീർക്കുന്നുണ്ട്. വാട്ടെവർ, അതെനിക്കൊരു പ്രൊഫഷനല്ല. പിന്നെ നമ്മുടെ കസ്തൂരി തന്നെ ബാക്കി കമൻ്റാണ്. 13-year-old girl raped by 60 Kerala men and a young man killed with poison juice by his partner are few examples of how Kerala condition is. These comments are from Malayalis. It has been a big struggle living in Kerala for the past 25 years. I have no idea where this anti-social culture will lead Malayalis to. I am thinking of leaving Kerala at the earliest opportunity. I feel things are getting worse in the state day by day. Civilized people are leaving and Chaparis stay back in Kerala. If few Chaparis becomes a majority, just imagine the scale of nonsense and drama every day. Social media is a reflection of current society. Whoever doesn't match their indirect social norms and standards are bullied to the peak. ഇതിനെക്കുറിച്ചൊന്നും ഞാനല്ല പറയേണ്ടത്. ഇങ്ങനെയൊക്കെ ഇത്രയ്ക്കും ഒരു വിദ്വേഷമുള്ള ഒരാൾ ഇവിടെ ജീവിക്കുന്നുണ്ട്.
അറിയില്ല എന്തിനാ അവർ ഇവിടെ ജീവിക്കണമെന്ന് എനിക്കറിയില്ല. ഇത്രയ്ക്കും ഒരു പബ്ലിക്കായിട്ട് ഒരു വിദ്വേഷ കമൻറ്റ് ഒരു സ്റ്റേറ്റിന് എതിരെ ഇട്ടിട്ട് ആർക്കും ഒരു കുഴപ്പമില്ല. അറിയില്ല ഇതൊക്കെ കേസിൻ്റെ ഒരു ഇതാണോ എനിക്കറിയാം. സത്യമായിട്ട് ഞാൻ അത്ര ബോധമുള്ള ആളൊന്നല്ല. വലിയ കേസുകളായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ കുറേ കള്ളത്തരങ്ങൾ കണ്ടിട്ടും അതൊന്നും ശരിയായില്ല എന്ന് മനസ്സിന് നല്ല ബോധമില്ല കാരണമാണ് അതൊക്കെ പറയാമെന്ന് വിചാരിച്ചത്. പല കേസുകളുണ്ട്, 1-2 കേസൊന്നുമല്ല, പല കേസുകൾ പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോകൾ പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കേൾക്കാം, സപ്പോർട്ട് ചെയ്യാം, അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യാം. ഇതുപോലത്തെ പുതിയ കുറേ ഐഡികൾ വന്നിട്ട് ഇപ്പോൾ തെറിവിളികൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ഐഡികൾക്ക് ഒരു എൻ്റെ അക്കൗണ്ടിൽ മാത്രമല്ല പല പല അക്കൗണ്ടുകൾ, അതായത് ഇതിനെപ്പറ്റി പറയുന്ന പല വീഡിയോകളുടെ അടിയിലും ഇതുപോലത്തെ അക്കൗണ്ടുകൾ വരുന്നുണ്ട്. പീസ് ആക്കാൻ അങ്ങോട്ട് ചെല്ല്. ഒരു പെണ്ണ് എവിടെ നിൽക്കണമെന്ന് ഒരു പെണ്ണിന് ബോധം വേണം. അല്ലാതെ FB മെസ്സേജ് ഇട്ടിട്ട് അങ്ങോട്ട് കയറി കൊടുത്തിട്ട് എല്ലാം കഴിയുമ്പോൾ അവൻ എന്നെ പീഡിപ്പിച്ചു, അങ്ങനെ ചെയ്തു എന്ന് പറയാൻ നാണമില്ലേ? ഇത്രയും കാലം വായിൽ കോഴിക്കട്ടെ ആയിരുന്നോ? അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടപ്പോൾ ഇവൾക്ക് കുരു പൊട്ടാൻ തുടങ്ങി. അത്രയേ ഉള്ളൂ. ഇതിനെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ പറയാം. നിനക്ക് എന്താ പറയാനുള്ളത്? ഓക്കെ, ഞാൻ തന്നെയാണ് പ്രപ്പോസ് ചെയ്തത്, അതിലെനിക്കൊരു മാറ്റമില്ല. ആ പറയണേൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. ഒരാൾ പ്രേമിച്ചു പ്രപ്പോസ് ചെയ്തു എന്ന് വെച്ചിട്ട് എന്ത് ഡാഷ് തരങ്ങളും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാണെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇവർക്കൊക്കെ അത് ശരിയായിട്ടാണ് തോന്നുന്നത്. മലയാളി പെണ്ണുങ്ങൾ അണ്ണാച്ചിയുടെ കോടി കണ്ടിട്ട് പോയതല്ലേ, ഇവരും അങ്ങോട്ട് പോയതാണെന്ന് ഇവർ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് നേരത്തെ. ഓ, ഞാൻ കോടി കണ്ടിട്ടാ പോയെന്ന് എപ്പോഴാണോ വീഡിയോ ഇട്ടണേ? അടിപൊളി, എല്ലാം സൈക്കോകളാണ്. ഓക്കെ, ഇവർ ആ വീഡിയോ ഒക്കെ എവിടെ നിന്ന് കണ്ടത്? ഞാൻ പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞു, എനിക്ക് ഇഷ്ടമായിരുന്നു പറഞ്ഞു. ഒരാൾക്ക് ഇഷ്ടം തോന്നുന്നതിൽ ഇത്ര തെറ്റുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇഷ്ടം തോന്നിയിട്ട് അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരുടെ ഓരോ ഡാഡി മുതൽ എൻ്റെ ചേട്ടന്മാർ മുതൽ ചേട്ടന്മാരുടെ ഭാര്യമാർ മുതൽ എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യണേന്നും 2 ദിവസത്തിൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അതിൽ ഒരാളുടെ ഫ്രണ്ടിനടക്കം കണ്ടുപിടിച്ച ആളാണ് ഈ പുള്ളി. അത് കഴിഞ്ഞപ്പോൾ പ്രപ്പോസൽ ഏകദേശം ഓക്കെ ആയ പോലത്തെ ആളാണ്. അതായത് വീട്ടിൽ ഇത്ര മാത്രം പ്രൊഫസർമാരുണ്ട്, ഇത്ര മാത്രം ഡോക്ടർമാരുണ്ട്, ഇതൊക്കെ. അപ്പോൾ ഒരു ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം എന്താണ്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അത്ര നേരം ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് മാറിയത് എന്താണെന്ന് എനിക്കറിയില്ല ഈ വീട്ടിലത്തെ ഹിസ്റ്ററി ഒക്കെ കണ്ടപ്പോൾ. അതുപോലെ തന്നെ എൻ്റെ കഥകൾ മൊത്തം ലിസൺ ചെയ്തു. 8 മാസം ഞങ്ങൾ ഫോണിലൂടെ സംസാരിച്ചിട്ടും ഇതൊക്കെയാണ് ഈ ഒരു ഇറങ്ങിപ്പോക്ക് നടക്കുന്നത്. പ്രേമിക്കുന്നത് ഇത്ര വലിയ കുറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സെയിം ആൾ വേറൊരു കമന്റാണ്. 2 കല്യാണം കഴിച്ച ഒരു സൈക്കോയുടെ FB പോസ്റ്റ് കണ്ടിട്ട് പ്രണയം തോന്നി, അങ്ങോട്ട് ചെന്ന് ചോദിച്ചു വാങ്ങിയ പണിയുടെ കൂലിയല്ലേ ഇപ്പോൾ കിട്ടിയത്? ഡോക്ടറാണ്, വിവരമില്ല, വെല്ലോന്റെയും കോടിയും ഗ്ലാമറും കാണുമ്പോൾ ഓടിപ്പോയാൽ ഇങ്ങനെയാണ്. ബുദ്ധിയുള്ള ആണുങ്ങൾ ഓർ പെണ്ണുങ്ങൾ പ്രൂഫ് ഉണ്ടാക്കി വെക്കും. ഇനിയും അയാൾ തിരിച്ചെടുത്ത് എന്ന് പ്രൂഫുണ്ടോ? എങ്കിൽ രക്ഷപ്പെട്ടു. ഭർത്താവ് മോശമായി പെരുമാറി ജീവിക്കാൻ ബുദ്ധിമുട്ടാണേ. അങ്ങനെ പറഞ്ഞിട്ട് കുറേ സാധനം കിട്ടുന്നുണ്ട്. അതൊക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് വയ്യ. ഇതൊക്കെ സെയിം കമന്റ്. ഒരാൾ തന്നെ വീണ്ടും ഓക്കെ, ഒരാൾക്കൊരു വീഡിയോ കാണുമ്പോൾ അത് എതിർപ്പുണ്ടാകുമ്പോൾ ഒരു തവണയൊക്കെ ഓക്കെ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ ആൾക്കാരുടെ അഭിപ്രായം പറയുന്നത് നോർമലാണ്. അത് ചിലപ്പോൾ അവരുടെ മെന്റാലിറ്റി, അവർ അനുഭവിച്ച ജീവിതത്തിലുള്ള പാഠങ്ങളൊക്കെ വെച്ചിട്ട് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർ കണ്ടിട്ടുള്ള ആൾക്കാരുടെ സ്വഭാവം വെച്ചിട്ട് അവർ എഴുതണമായിരിക്കും. പക്ഷേ വീണ്ടും ഒരേ ആൾക്കാർ തന്നെ അതിൻ്റെ അടിയിൽ വന്ന ആൾ സെയിം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള അതേ ആൾ തന്നെയാണ് വീണ്ടും കമന്റ് ഇട്ടാണ്. അവർ രണ്ടുപേരും ജോഡിയായിട്ടാണ് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അവർ അറിയില്ല ആര് പറഞ്ഞിട്ടുണ്ടാണ്, ഇന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതിൽ ഇന്നെ പറ്റിയിട്ട് കസ്തൂരിക്ക് അറിയുന്ന പോലത്തെ ഡീറ്റെയിൽസ്, ഇന്നെ പറ്റി മോശം പറയുന്ന ഡീറ്റെയിൽസ് ഒന്നും ഇവർ പറഞ്ഞിട്ടില്ല. ഇത് സാധാ ആൾക്കാർ ഇടുന്ന പോലത്തെ ഇന്നെ പ്രൊവോക്ക് ചെയ്യുന്ന പോലത്തെ കമന്റ്സുകളാണ്. എന്നിരുന്നാലും അങ്ങനത്തെ കമന്റ്സുകളും വരുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമന്റുകൾ കാണിച്ചത്. ഓക്കെ, എനിക്ക് ഈ കമന്റ് ഭയങ്കര അത്ഭുതമായി. ഒരാൾ വന്നിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആദ്യം തെറ്റ് വേറെ ആളുടെ ഭാഗത്തു നിന്നും ഇപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ തെറ്റ് ഓക്കെ, പഴയ ഭാര്യമാരുടെ കൂട്ടം അത് തന്നെ എനിക്കെന്തൊരു കോമഡി പോലെ തോന്നി. ചേർന്ന് ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പല ഘട്ടത്തിൽ തോന്നി. ഭയങ്കര ആലോചന കേട്ടോ. ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. പിന്നെ എനിക്കൊന്നാ പറയാമല്ലോ, എനിക്ക് നീതി കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല എൻ്റെ പേരിൽ കേസ് വരും എന്നെനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ പറയണ വരെ, അങ്ങനത്തെ ഒരു സാധനം എടുക്കണ വരെ, എൻ്റെ FBയും യൂട്യൂബും എല്ലാവരും കളയണ വരെ, അല്ലെങ്കിൽ വെറുതെ ഒന്നും പറയാണ്ട് മിണ്ടാണ്ട് പോയിട്ട് ഓക്കെ എല്ലാം സഹിച്ചിട്ട് ഇരിക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കറിയാം എന്താണ് 14 വർഷമായിട്ട് മുമ്പ് ആളുകൾ സഹിച്ചിരുന്നത്, എത്രമാത്രം അവർ ടോർച്ചർ ചെയ്തിരുന്നു, എത്രമാത്രം അവരുടെ കമന്റുകളിൽ പൊങ്കാലിടാൻ വേണ്ടിയിട്ട് ആരെയൊക്കെ വിളിച്ചിരുന്നു എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഉദയം. പക്ഷേ എനിക്കിതിനൊക്കെ എതിർത്ത് പറയാൻ പേടിയായിരുന്നു. എനിക്ക് പല കാര്യത്തിൽ എന്നെ പലതരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ ഒരു കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, DM-ന് പഠിക്കുമായിരുന്നു. അത് ഏത് കോളേജാണെന്ന് ഞാൻ പറയുന്നില്ല. അവിടെ പഠിക്കുമ്പോൾ അവനെ തോൽപ്പിക്കുന്നു, അവിടുത്തെ മാനേജ്മെന്റിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് അവരെ കൊണ്ട് വിളിപ്പിക്കുകയും അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് വയ്യ. കാരണം അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അവരാണ്. അവർക്ക് അത് താല്പര്യമില്ലെങ്കിൽ ഓക്കെ ഞാൻ വിട്ടു. പക്ഷേ ഇന്നെ ഭീഷണിപ്പെടുത്തിയ കമന്റുകളിൽ, അന്ന് ഞാൻ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇട്ട കമന്റുകളിൽ എൻ്റെ ചേട്ടൻ ഇവിടെയല്ലേ പഠിക്കണേ, അതൊക്കെ ആലോചിച്ചിട്ട് വേണം ഇതെന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഞാനുള്ളപ്പോൾ നടന്നിട്ടുണ്ട്. സോ എനിക്ക് അതിന് പുറത്തു പോകാനും അതുപോലെ തന്നെ പ്രതികരിക്കാനും എനിക്ക് അത്ര ധൈര്യമുള്ള ആളൊന്നല്ല. പക്ഷേ ഇപ്പോൾ ധൈര്യം വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് ആ ധൈര്യം വന്നോണേ. ഇനി എന്തുണ്ടായാലും ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വീഡിയോകൾ മരിക്കുന്നതിന് മുമ്പ് ഒരു ഡൈൻ ഡിക്ലറേഷനൊക്കെ എടുക്കുമെന്നാണ് പറയണത്. ഇത് ഏതെങ്കിലും വഴിയിൽ ചിലപ്പോൾ വല്ല കുളത്തിലോ അല്ലെങ്കിൽ വല്ല കടലിലോ കെട്ടി ഇത് ചെയ്തിട്ടൊക്കെ എന്നെ കെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ
ഈ സത്യമൊക്കെ പറയണം. അതുപോലെ തന്നെ മരിക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണം. എന്തിനാ ഞാൻ വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആ ഒരു ശാപം കൂടി ഞാൻ ഏൽക്കണേ, അതിൻ്റെ കാര്യമില്ലാന്ന് തോന്നി. സോ ഇത്രയൊക്കെ പറയാനുള്ളൂ. സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ ഭയങ്കര താങ്ക്സ്. ആക്ച്വലി നിങ്ങളോട് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാമെന്ന് പറയില്ല, കാരണം നിങ്ങൾക്കൊക്കെ ഭീഷണികൾ വരും. പല ആൾക്കാരുടെ വീട്ടിൽ ഭീഷണിയായിട്ട് പോയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയുണ്ടാവും. സോ ഞാൻ ആരോടും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയില്ല. സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാലും ഭയങ്കര താങ്ക്സ് ഫ്രം മൈ ഹാർട്ട്. ബൈ.